In SHM, അല്ലേ, in SHM, for how many times potential energy is equal to kinetic energy during one complete period, അല്ലെ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യമാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താവുക, സെയിം ആയിട്ട് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് കൂടുതൽ ഫോർമുലാസ് ഒന്നും ഉപയോഗിക്കാതെ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സെൻട്രൽ നിന്നായിരിക്കും, അല്ലേ, സെൻട്രൽ നിന്നായിരിക്കും ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലേ. സെൻട്രലിൽ എത്തുമ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, അല്ലേ. നടുക്കത്ത് നല്ല സ്പീഡിലായിരിക്കും അത് മൂവ് ചെയ്യുക. റൈറ്റിലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു കുറഞ്ഞ് വരും, പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരും, അല്ലേ. റൈറ്റിലോട്ട് വരുമ്പോൾ അങ്ങനെ കൂടിക്കൂടി വന്ന് റൈറ്റ് എക്സ്ട്രീമിലെത്തുമ്പോൾ, റൈറ്റ് എക്സ്ട്രീമിൽ ഇവിടെ എത്തുന്ന സമയത്ത് എന്താവും, പൊട്ടൻഷ്യൽ എനർജി സീറോ ആവും, അല്ലേ. പൊട്ടൻഷ്യൽ എനർജി അല്ല സീറോ ആവുക, കൈനറ്റിക് എനർജി എന്താവും, സീറോ ആവും. പൊട്ടൻഷ്യൽ എനർജി എന്താവും, മാക്സിമം ആവും. അത് വീണ്ടും തിരിച്ച് പഴയതുപോലെ തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് പഴയ ഒറിജിനൽ പൊസിഷനിലോട്ട് എത്തുമ്പോൾ, സെൻട്രലിൽ എത്തുന്ന സമയത്ത് വീണ്ടും കൈനറ്റിക് എനർജി മാക്സിമം ആവും. പിന്നെ വീണ്ടും ഇങ്ങോട്ട് പോയി ഇങ്ങനെ ലെഫ്റ്റ് എക്സ്ട്രീമിലെത്തുമ്പം പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും, കൈനറ്റിക് എനർജി എന്തായിരിക്കും, മിനിമം ആയിരിക്കും. വീണ്ടും മിനിമം അല്ല, സീറോ ആയിരിക്കും, അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി സീറോ ആയിപ്പോവും. പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് സെൻട്രലിൽ എത്തുമ്പോൾ വീണ്ടും കൈനറ്റിക് എനർജി മാക്സിമം ആവും. ഇപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു ഓസിലേഷൻ, അതായത് ഒരു പീരീഡ്, ഒരു കംപ്ലീറ്റ് പീരീഡ് കഴിയുമ്പോൾ എത്ര പ്രാവശ്യം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നടുക്കിരിക്കുമ്പോൾ എന്താണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി മാക്സിമവും പൊട്ടൻഷ്യൽ എനർജി എന്താണ്, സീറോ ആണ്, അല്ലേ. ഇങ്ങോട്ട് വരുന്തോറും കൈനറ്റിക് എനർജി കുറയുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നുണ്ട്. അപ്പം ഈ നടുക്കുള്ള പോയിന്റിനും റൈറ്റ് എക്സ്ട്രീമിനും ഇടയിലുള്ള ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് കൈനറ്റിക് എനർജി കുറഞ്ഞ് പൊട്ടൻഷ്യൽ എനർജി കൂടി അവിടെ ഏതോ ഒരു പോയിന്റ് വെച്ചിട്ട് എന്താവും, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആകും. അതിനുശേഷം അത് റൈറ്റ് എക്സ്ട്രീമിലെത്തിയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് വരും, കൈനറ്റിക് എനർജി കൂടി വരും. വീണ്ടും ഇതേ സ്ഥലത്ത്, ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയുന്നില്ല, ആ സ്ഥലം എത്തുമ്പോൾ, ആ സ്ഥലം എത്തുന്ന സമയത്ത് വീണ്ടും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താവും, സെയിം ആവും, അല്ലേ. പിന്നെ അത് സെൻറ്ററിൽ എത്തുന്നു. പിന്നെ വീണ്ടും ഇപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് വീണ്ടും കൈനറ്റിക് എനർജി കുറഞ്ഞ് പൊട്ടൻഷ്യൽ എനർജി കൂടി ഇത് അതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റിലും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താവും, സെയിം ആകും. അത് വീണ്ടും റൈറ്റ് എക്സ്ട്രീമിൽ എത്തി വീണ്ടും തിരിച്ച് ആ പോയിന്റിലെത്തുമ്പോൾ വീണ്ടും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വലാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷനിൽ റൈറ്റ് എക്സ്ട്രീമും ലെഫ്റ്റ് എക്സ്ട്രീമിനും ഇടയിലുള്ള ഏതോ ഒരു പോയിന്റിൽ എന്ത് സെയിം ആവും, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആവും. അത് ഇവിടെയുണ്ട് അല്ലേ. പക്ഷേ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ കൂടെ റൈറ്റിലോട്ട് പോകുമ്പോൾ ഒരിക്കൽ കടന്നു പോകും, തിരിച്ചു വരുമ്പോൾ ഒരിക്കൽ കൂടെ കടന്നു പോകും. അപ്പോൾ രണ്ടായി, അല്ലേ. വീണ്ടും തിരിച്ച് ഇതുവഴി പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ വീണ്ടും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി സെയിം ആവും, മൂന്നായി. വീണ്ടും തിരിച്ച് ആ സ്ഥലത്തെത്തുമ്പോൾ നാലായി. പിന്നെ വീണ്ടും പഴയതുപോലെ എത്തും. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റിലൂടെ 2 പ്രാവശ്യവും ഈ പോയിന്റിലൂടെ 2 പ്രാവശ്യവും കടന്നു പോകും. അപ്പോഴൊക്കെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആകും. അതുകൊണ്ട് ആൻസർ എത്രയാണ്, 4 ആണ്. ഓപ്ഷൻ സി.